അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. അയിരുകളും ധാതുക്കളും. അതിലാദ്യത്തെ ചോദ്യം, എന്താണ് അയിര്? അയിരെന്നാൽ എന്ത്? അയിരുകളെന്നാൽ എന്ത്? ലോഹങ്ങൾ പ്രകൃതിയിൽ അയിരുകളുടെ രൂപത്തിൽ കാണപ്പെടും. അയിര് അല്ലെങ്കിൽ ഓറുകൾ എന്നറിയപ്പെടും. ORE ഓറുകളായി കാണപ്പെടും. അധികം ലോഹങ്ങളും വളരെ കുറച്ച് ലോഹങ്ങളൊഴികെ മറ്റുള്ളവയെല്ലാം ഓറുകളായി കാണപ്പെടും അല്ലെങ്കിൽ അയിരുകളായി കാണപ്പെടും. ലോഹങ്ങൾ അയിരുകളായി കാണപ്പെടും. എന്താണ് അയിര്? അയിരെന്നാൽ എന്ത്? വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലോകധാതുക്കളെ അയിര് എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ലോഹം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള ലോകധാതുക്കളെ അയിരുകളെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ധാതു? അയിരുകളുമുണ്ട്, ധാതുക്കളുമുണ്ട്. എന്താണ് ധാതു? പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോകസംയുക്തങ്ങളെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോകസംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് പറയുന്നു. അപ്പോൾ ധാതുക്കളും അയിരുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകധാതുക്കളെയാണ് അയിരുകൾ എന്ന് പറയുന്നത്. ഇനി ധാതു എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോകസംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് പറയുന്നു. വിശദമായി കാര്യത്തിലേക്ക് പോകാം. ഒന്ന്, ഇരുമ്പിൻ്റെ അയിര്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഹേമറ്റൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ പ്രധാന അയിര് ഹേമറ്റൈറ്റ്. എന്നാൽ അതിൻ്റെ ധാതുവാണ് മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ വ്യാവസായികമായി ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റ് എന്ന അയിരാണ്. ഇത് വെറും ധാതുവാണ്. ധാതുക്കൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോകസംയുക്തങ്ങളാണ്. ഒരിക്കലും ധാതുക്കളിൽ നിന്ന് ലോഹം വേർതിരിക്കാറില്ല. അപ്പം ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് അയിരുകളാണ്. അയിരുകളിൽ നിന്ന് മാത്രമേ ലോഹം വേർതിരിക്കൂ. അങ്ങനെ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അയിരും ധാതു. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ഒരു അയിരും മാഗ്നറ്റൈറ്റ് ധാതുവുമാണ്. ഹേമറ്റൈറ്റ് അയിരും മാഗ്നറ്റൈറ്റ് ധാതുവുമാണ്. ഇനി മറ്റൊരു ധാതു കൂടിയുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് അയൺ പൈറൈറ്റിസ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. മൂന്നാമത്തേത് അയൺ പൈറൈറ്റിസ്. അയൺ പൈറൈറ്റിസ്. അപ്പോൾ ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്, ധാതു മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റിസും. ഈ അയൺ പൈറൈറ്റിസിന് മഞ്ഞ നിറം ഉണ്ടായിരിക്കും, തെളിഞ്ഞ മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്നത് കൊണ്ട്
ഇത് സ്വർണമാണെന്ന് കരുതും. അതുകൊണ്ട് ആണ് ഇതിനെ വിഡ്ഢികളുടെ സ്വർണം, ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടും. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിൻ്റെ ധാതുവാണ് അയൺ പൈറൈറ്റിസ്. ഒന്നുകൂടെ പറയാം. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഹേമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റിസും അവയുടെ രണ്ട് ധാതുക്കളാണ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് എന്നിവ ഇരുമ്പിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ധാതുക്കളുമാണ്. അയൺ പൈറൈറ്റിസിന് മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഇത് സ്വർണമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ അയൺ പൈറൈറ്റിസിനെ വിഡ്ഢികളുടെ സ്വർണം, ഫൂൾസ് ഗോൾഡ് എന്നും അറിയപ്പെടും. അപ്പോൾ ഇരുമ്പിൻ്റെ അയിര് കഴിഞ്ഞു. അടുത്തത് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിര് ബോക്സൈറ്റാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്. അതിൻ്റെ ധാതു ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ക്രയോലൈറ്റ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്. രണ്ട് അതിൻ്റെ ധാതുവാണ്. ധാതു ക്രയോലൈറ്റ് എന്നറിയപ്പെടും. പിന്നീട് മറ്റുള്ളത് ബിസ്മത്ത് അറൈറ്റ്. ബിസ്മത്ത് അറൈറ്റ് അങ്ങനെയും ഒരു ധാതുവുണ്ട്. കൊറണ്ടം എന്നൊരു ധാതുവുണ്ട്. കൊറണ്ടം അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്. ബോക്സൈറ്റ് അയിരാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്. ധാതു ക്രയോലൈറ്റും കൊറണ്ടവും. കൊറണ്ടം അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ്. കൊറണ്ടം അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ് ഇത് രണ്ടും ധാതുക്കളാണ്. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ്. ക്രയോലൈറ്റും കൊറണ്ടവും അലുമിനിയത്തിൻ്റെ രണ്ട് പ്രധാന ധാതുക്കളും ആണ്. പിന്നെ സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത് അറൈറ്റ്. യഥാർത്ഥത്തിൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവ പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവയ്ക്ക് ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മൂലകങ്ങളാണ്. റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കുറഞ്ഞ മൂലകങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. അതുകൊണ്ട് ഇവ പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിജന്യമായ അയിരില്ല. സ്വർണത്തിന് പ്രകൃതിജന്യമായ അയിരില്ല. പകരം അതിന് ചില ധാതുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാതു എന്ന് പറയുന്നതാണ് ബിസ്മത്ത് അറൈറ്റ്. ഇത് സ്വർണത്തിൻ്റെ ഒരു ധാതുവാണ്. പ്രകൃതിജന്യമായ അയിര് സ്വർണത്തിന് ഉണ്ടായിരിക്കില്ല. കാരണം അത് പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത് കൊണ്ടാണ്. അടുത്തത് കോപ്പർ എന്നറിയപ്പെടുന്ന ചെമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര് കോപ്പർ പൈറൈറ്റിസ് എന്ന് പറയും. കോപ്പർ പൈറൈറ്റിസ്
ചെമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര്, ചെമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിര് കോപ്പർ പൈറൈറ്റിസ്. കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ പൈറൈറ്റിസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിര്. കോപ്പർ പൈറൈറ്റിസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ അയിര് കോപ്പർ ഗ്ലാൻസ് ആണ്. കോപ്പർ ഗ്ലാൻസ്, കോപ്പർ ഗ്ലാൻസ്. കോപ്പർ പൈറൈറ്റിസ് കഴിഞ്ഞാൽ കോപ്പർ ഗ്ലാൻസ്. അപ്പോൾ കോപ്പറിന് രണ്ട് അയിരുകളാണുള്ളത്. ഒന്ന് കോപ്പർ പൈറൈറ്റിസ്, മറ്റൊന്ന് കോപ്പർ ഗ്ലാൻസ്. ഒന്ന് കോപ്പർ പൈറൈറ്റിസ്, മറ്റൊന്ന് കോപ്പർ ഗ്ലാൻസ്. കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ ഗ്ലാൻസ്. ഇനി അതിലെ പ്രധാനപ്പെട്ട ഒരു ധാതു ഉണ്ട്. കോപ്പറിൻ്റെ പ്രധാന ധാതു മാലക്കൈറ്റ് എന്നറിയപ്പെടും. മാലക്കൈറ്റ്, മാലക്കൈറ്റ്. അപ്പോൾ കോപ്പറിൻ്റെ അല്ലെങ്കിൽ ചെമ്പിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അയിരുകൾ, ഒന്ന് കോപ്പർ പൈറൈറ്റിസ്, രണ്ട് കോപ്പർ ഗ്ലാൻസ്. ഇനി കോപ്പറിൻ്റെ അയിര് എന്ന് പറയുന്നത് മാലക്കൈറ്റാണ്. മാലക്കൈറ്റിൻ്റെ രാസസൂത്രം CO3 CuOH2. ഇതാണ് മാലക്കൈറ്റിൻ്റെ രാസസൂത്രം. മാലക്കൈറ്റിൻ്റെ രാസസൂത്രം. ഇതിന് നമ്മൾ സാധാരണ പറയുന്ന പേരാണ് ക്ലാവ്. കോപ്പർ കൊണ്ടുള്ള പാത്രങ്ങളിലോ മറ്റുപകരണങ്ങളിലോ ഇളം പച്ച നിറത്തിലുള്ള ഒരു വസ്തു പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുന്ന ചെമ്പ് പാത്രത്തിൽ ഇളം പച്ച നിറത്തിൽ ഒരു പദാർത്ഥം പറ്റിയിരിക്കുന്നതായി കാണാം. ഇതിനെയാണ് നമ്മൾ ക്ലാവ് എന്ന് പറയുന്നത്. ക്ലാവ്. ഈ ക്ലാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാലക്കൈറ്റാണ്. ഇത് ചെമ്പിൻ്റെ ഒരു ധാതുവാണ്. അപ്പോൾ ക്ലാവിൻ്റെ, മാലക്കൈറ്റിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ ക്ലാവിൻ്റെ രാസനാമം, ഇതിൽ നമ്മൾ വായിക്കുന്നത് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ്. ബേസിക് കോപ്പർ കാർബണേറ്റ്. CuCO3Cu വായിച്ചാൽ ഇതിനെ രാസനാമം ഉപയോഗിച്ച് പറയുമ്പോൾ ബേസിക് കോപ്പർ കാർബണേറ്റ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ബേസിക് കോപ്പർ കാർബണേറ്റ്. ഇതാണ് ക്ലാവ്. ബേസിക് കോപ്പർ കാർബണേറ്റ് അല്ലെങ്കിൽ ക്ലാവ്. ഇത് മാലക്കൈറ്റ് എന്നറിയപ്പെടും. ഈ മാലക്കൈറ്റ് കോപ്പറിൻ്റെ ഒരു ധാതുവാണ്. അപ്പോൾ പ്രധാനമായും കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ കോപ്പർ പൈറൈറ്റിസും കോപ്പർ ഗ്ലാൻസുമാണ്. എന്നാൽ കോപ്പറിൻ്റെ ഒരു ധാതുവാണ് മാലക്കൈറ്റ് എന്നറിയപ്പെടുന്ന ബേസിക് കോപ്പർ കാർബണേറ്റ്. ഈ ബേസിക് കോപ്പർ കാർബണേറ്റാണ് സാധാരണ നമ്മൾ ക്ലാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത മറ്റൊരു ലോഹത്തിൻ്റെ അയിര് പറയാം. നിക്കൽ. നിക്കൽ എന്ന ലോഹത്തിൻ്റെ അയിര് പെൻലാൻഡൈറ്റ് എന്നാണ്. പെൻലാൻഡൈറ്റ്. ഇത് നിക്കലിൻ്റെ അയിരാണ്. നിക്കൽ എന്ന ലോഹത്തിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. ഇതിന് സാധാരണ ധാതുക്കളായി ഒന്നും കാണപ്പെടുന്നില്ല. നിക്കലിന് ഒരു അയിര് മാത്രമേ ഉള്ളൂ, അതാണ് പെൻലാൻഡൈറ്റ്. സിങ്കിൻ്റെ അയിരാണ്, പ്രധാന അയിരാണ്
സിങ്ക് ബ്ലെൻഡ്. സിങ്കിൻ്റെ പ്രധാന അയിര് സിങ്ക് ബ്ലെൻഡ്. സിങ്കിൻ്റെ പ്രധാന അയിര് സിങ്ക് ബ്ലെൻഡ് എന്നാണ്. സിങ്കിൻ്റെ പ്രധാന അയിര് സിങ്ക് ബ്ലെൻഡ്. അതിൻ്റെ ഒരു ധാതുവാണ് കലാമിൻ. അല്ലെങ്കിൽ സിങ്ക് കാർബണേറ്റ് എന്ന് വായിക്കാം. സിങ്ക് കാർബണേറ്റ്. കലാമിൻ്റെ രാസസൂത്രം സിങ്ക് കാർബണേറ്റ്. കലാമിൻ അല്ലെങ്കിൽ സിങ്ക് കാർബണേറ്റ്. അപ്പോൾ സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിര് സിങ്ക് ബ്ലെൻഡ്, അതിൻ്റെ ധാതു കലാമിൻ. പിന്നെ ടിൻ എന്ന ലോഹത്തിൻ്റെ അയിര്. ടിൻ എന്ന ലോഹത്തിൻ്റെ അയിര് കാൽസിറൈറ്റ് എന്നാണ്. കാൽസിറൈറ്റ് എന്ന് പറയുന്നത് ടിന്നിൻ്റെ ഒരു അയിരാണ്. അതിന് മറ്റ് ധാതുക്കളൊന്നുമില്ല. കാൽസിറൈറ്റ് എന്ന് പറയുന്ന അയിര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അടുത്ത ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിര്. ഒന്ന് ഗലീന. ഒന്നാമത്തെ അയിര് ഗലീന. ലെഡിൻ്റെ ഒന്നാമത്തെ അയിര് ഗലീന. 2 സെറുസൈറ്റ് എന്ന് പറയും. സെറുസൈറ്റ്. ഇതിന് മറ്റൊരു ധാതു ഉണ്ട്. ഇതിന് ലിത്താർജ് എന്ന് പേര് പറയും. ലിത്താർജ്. അപ്പം ലെഡിൻ്റെ ധാതുവാണ് ലിത്താർജ്. അതിന് 2 പ്രധാനപ്പെട്ട അയിരുകളാണ് ഗലീനയും സെറുസൈറ്റ്. അടുത്ത ലോഹം കാൽസ്യത്തിൻ്റെ പ്രധാന അയിര് കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യത്തിൻ്റെ പ്രധാന അയിര് കാൽസ്യം ക്ലോറൈഡാണ്. അതിൻ്റെ ധാതുക്കൾ ചുണ്ണാമ്പ് കല്ലും ജിപ്സവും. ചുണ്ണാമ്പ് കല്ലും ജിപ്സം. ചുണ്ണാമ്പ് കല്ലും ജിപ്സവും. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാൽസ്യം സൾഫേറ്റുകളെയാണ് ജിപ്സം എന്നറിയപ്പെടുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാൽസ്യം സംയുക്തങ്ങളെ ജിപ്സം എന്നറിയപ്പെടും. അപ്പോൾ കാൽസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്ന് പറയുന്നത് കാൽസ്യം ക്ലോറൈഡും അതിൻ്റെ പ്രധാനപ്പെട്ട 2 ധാതുക്കൾ ചുണ്ണാമ്പ് കല്ലും ജിപ്സവുമാണ്. ഈ ജിപ്സം സാധാരണ ഉപയോഗിക്കുന്നത് സിമൻറ്റ് നിർമ്മാണത്തിനാണ്. സിമൻറ്റ് നിർമ്മാണത്തിൽ ജിപ്സം ഉപയോഗിക്കുന്നു. അത് നമ്മൾ പിന്നീടുള്ള തുടർന്ന് വരുന്ന അധ്യായത്തിൽ പറയും. ഇപ്പോൾ പ്രധാനമായും കാൽസ്യത്തിൻ്റെ ഒരു അയിര് എന്ന് പറയുന്നത് കാൽസ്യം ക്ലോറൈഡും അതിൻ്റെ 2 ധാതുക്കൾ ചുണ്ണാമ്പ് കല്ലും ജിപ്സവുമാണ്. ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ഇതിന് പറയുന്ന രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ്. ജിപ്സം അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ്. ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റാണ് സാധാരണ നമ്മൾ മാർബിൾ എന്നറിയപ്പെടുന്നത്. കാൽസ്യം കാർബണേറ്റാണ് മാർബിൾ. ജിപ്സം 123 ഡിഗ്രി സെൽഷ്യസ് വരെ ജിപ്സത്തെ ചൂടാക്കിയാൽ ജിപ്സത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പദാർത്ഥം കിട്ടും. ഇതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ്.
പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന മറ്റൊരു പദാർത്ഥമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തെ 123 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ഒരു പ്രധാന രാസവസ്തു കിട്ടും. ഇതിന് ഉപയോഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപയോഗം ബാൻഡേഡ് ഇടുന്നതിന് ഉപയോഗിക്കുന്നു. കയ്യോ കാലോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റവയവങ്ങളോ അസ്ഥികൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് ബാൻഡേഡ് തയ്യാറാക്കാറുണ്ട്. മറ്റൊന്ന് പ്രതിമാ നിർമ്മാണത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. കാരണം പ്രതിമകളുടെ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറച്ച് കട്ടിയാക്കിയാൽ പ്രതിമകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. ദൈവങ്ങളുടെയോ മനുഷ്യരുടെയോ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത് ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥം. അപ്പോൾ ജിപ്സത്തെ 123 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ ജിപ്സത്തിൽ വ്യത്യസ്തമായ മറ്റൊരു പദാർത്ഥം കിട്ടിയതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നു. അടുത്തത് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യത്തിന് 2 അയിരുകളുണ്ടായിരിക്കും. ഒന്ന് മാഗ്നസൈറ്റ്. മെഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഒന്ന് മാഗ്നസൈറ്റ്. മെഗ്നീഷ്യത്തിൻ്റെ ഒന്നാമത്തെ അയിരാണ് മാഗ്നസൈറ്റ്. മറ്റൊന്ന് ഡോളമൈറ്റും മാഗ്നസൈറ്റും ഡോളമൈറ്റും മെഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 2 അയിരുകളാണ്. അതിൻ്റെ ധാതുവിൻ്റെ പേരാണ് മെഗ്നീഷ്യത്തിൻ്റെ ധാതുവിൻ്റെ പേരാണ് കാൽസൈറ്റ്. മെഗ്നീഷ്യത്തിൻ്റെ ധാതുവാണ് കാൽസൈറ്റ്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ മാഗ്നസൈറ്റ് എന്നും ഡോളമൈറ്റ് എന്നുമുള്ള 2 അയിരുകളുണ്ട്. ഇനി അത് മെഗ്നീഷ്യത്തിൻ്റെ ഒരു ധാതുവാണ് കാൽസൈറ്റ്. മറ്റൊന്ന് മെർക്കുറി അല്ലെങ്കിൽ ഹൈഡ്രാർജിറം എന്നാണ് ആ രാസവസ്തുവിന് പറയുന്നത്. ഹൈഡ്രാർജിറം അതുകൊണ്ട് അതിൻ്റെ സിമ്പൽ Hg. മെർക്കുറിയുടെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് സിനബർ. സിനബർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ പ്രധാനപ്പെട്ട ഒരു അയിര്. ഇത് മെർക്കുറിക് സൾഫൈഡ് എന്നാണ് ഇതിൻ്റെ രാസനാമം. സിനബർ അല്ലെങ്കിൽ മെർക്കുറിക് സൾഫൈഡ് അല്ലെങ്കിൽ സിനബർ എന്നതാണ് മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയിര്. ഇതിന് ധാതുക്കളില്ല. മെർക്കുറിക്ക് പ്രത്യേകം ധാതുക്കളായി ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ഇതിന് സിനബർ എന്ന് പറയുന്ന മെർക്കുറി സൾഫൈഡാണ് പ്രധാനപ്പെട്ട അയിരായി കണക്കാക്കുന്നത്. അടുത്ത അയിര് വനേഡിയം എന്ന് പറയുന്ന ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് പാട്രോണൈറ്റ്. വനേഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് പാട്രോണൈറ്റ്. ഇതിന് പ്രത്യേകം ധാതുക്കളില്ല. ഒരു അയിര് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് സോഡിയമാണ്. സോഡിയം പ്രകൃതിയിൽ 2 അയിരുകളായി കാണപ്പെടുന്നു. സോഡിയത്തിന് 2 അയിരുകൾ ഉണ്ടായിരിക്കും. ഒന്ന് റോക്ക്
റോക്ക് സാൾട്ടും മറ്റൊന്ന് സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് റോക്ക് സാൾട്ട്. രണ്ടാമത്തേത് ആംബിബോൾ. റോക്ക് സാൾട്ട്, ആംബിബോൾ എന്നും റോക്ക് സാൾട്ട് എന്നും പറയുന്ന രണ്ട് അയിരുകളാണ് സോഡിയത്തിനുള്ളത്. അതിൻ്റെ ധാതുക്കളാണ് ബോറാക്സ് എന്നും ചിലി സാൾട്ട് പീറ്റർ എന്ന് പറയും. ചിലി സാൾട്ട് പീറ്റർ ഇതൊരു ധാതുവാണ്. രണ്ടാമത്തേത് ബോറാക്സ് ഒരു ധാതുവാണ്. അപ്പോൾ സോഡിയത്തിന് റോക്ക് സാൾട്ട് എന്നും ആംബിബോൾ എന്നും രണ്ട് അയിരുകളും ചിലി സാൾട്ട് പീറ്റർ, ബോറാക്സ് എന്നീ രണ്ട് ധാതുക്കളും ഉണ്ടായിരിക്കും. മറ്റൊന്ന് യുറേനിയമാണ്. യുറേനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര് പിച്ച് ബ്ലെൻഡ്. അതിന് ധാതുക്കളില്ല. മറ്റൊന്ന് ആൻറ്റിമണി. സ്റ്റീബനൈറ്റ് ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റീബനൈറ്റ്. അതിന് മറ്റ് ധാതുക്കൾ ഇല്ല. ഇനി മാംഗനീസിൻ്റെ അയിരിൻ്റെ പേരാണ് പൈറോലിസിറ്റ്. മാംഗനീസിൻ്റെ അയിര് പൈറോലിസിറ്റ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലിസിറ്റ്. ഇതിനും ധാതുക്കളില്ല. ആഴ്സനിക്. അടുത്ത ആഴ്സനിക്കിൻ്റെ അയിര് ആഴ്സനോപൈറൈറ്റിസ്. ആഴ്സനിക്കിൻ്റെ പ്രധാനപ്പെട്ട ധാതുവാണ് ആഴ്സനോപൈറൈറ്റിസ്. ഇത്രയാണ് നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ലോഹങ്ങളുടെ അയിരുകളും ധാതുക്കളും. ബാക്കി അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. ലോക അയിരുകൾ അടങ്ങിയ മാലിന്യങ്ങളെ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഒരു ലോകത്തിൻ്റെ അയിരിൽ നിന്ന് ലോകം വേർതിരിക്കും. അപ്പോൾ ഇവ ധാതുക്കളായിട്ടോ അയിരുകളായിട്ടാണല്ലോ പ്രകൃതിയിൽ കാണപ്പെടുക. ഈ ലോക അയിരുകളെ വേർതിരിച്ച് അതിൽ നിന്ന് നമ്മൾ ശുദ്ധലോകം വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകങ്ങളുടെ അയിരുകൾ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കല്ല്, മണ്ണ്, മണൽ മുതലായ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ശേഖരിക്കുന്ന ലോക അയിരുകളിൽ കല്ല്, മണ്ണ്, മണൽ മുതലായ
ഇമ്പ്യൂരിറ്റീസ് അഥവാ അപദ്രവ്യങ്ങൾ, മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ കാണപ്പെടുന്ന മാലിന്യങ്ങളുടെ പൊതുവായ പേരെന്ത്? എന്താണ് പൊതുവായ പേരെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ഗാങ് എന്ന് വിളിക്കാം. ഗാങ്, ഗാങ്, GANG, ഗാങ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ശേഖരിക്കുന്ന ലോകങ്ങളുടെ അയിരുകളിൽ കലർന്നിരിക്കാവുന്ന മണ്ണ്, മണൽ, കല്ല് എന്നീ അപദ്രവ്യങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ് ഗാങ്. അപ്പോൾ ഈ ഗാങ് വേർതിരിക്കണം. ഈ ഗാങ് വേർതിരിക്കാൻ അഥവാ അയിരിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഈ അയിരിനോട് ചില പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കും. കല്ല്, മണ്ണ്, മണൽ അതുപോലെയുള്ള മറ്റ് പദാർത്ഥങ്ങൾ ഒക്കെ അയിരിൽ കലർന്നിരിക്കുമെങ്കിൽ അയിരിലുണ്ടായിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ, മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ അയിരിനോട് ചില പദാർത്ഥങ്ങൾ ചേർത്ത് പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ അയിരിനോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ നമുക്ക് ഫ്ലക്സ് എന്ന് വിളിക്കാം. ഫ്ലക്സ്, ഫ്ലക്സ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അയിരിൽ കലർന്നിരിക്കാവുന്ന മാലിന്യങ്ങളുടെ പേരാണ്, മാലിന്യങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ് ഗാങ്. ഗാങ് നീക്കം ചെയ്യാൻ അയിരിനോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാങ്ങും ഫ്ലക്സും പഠിച്ചു. ഇനി അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യാൻ ഫ്ലക്സ് ചേർക്കുമ്പോൾ ഈ ഫ്ലക്സ് മാലിന്യങ്ങളുമായി പ്രവർത്തിച്ച് പുതിയ ചില സംയുക്തങ്ങളുണ്ടാവും. ഈ സംയുക്തങ്ങളെ പറയുന്ന പേര് സ്ലാഗ് എന്നാണ്. സ്ലാഗ്, സ്ലാഗ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിരിക്കണം: ഗാങ്, ഫ്ലക്സ്, സ്ലാഗ്. അയിരിൽ കലർന്നിരിക്കാവുന്ന കല്ല്, മണ്ണ്, മണൽ മുതലായ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ, മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ അതിനോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഗാങ് എന്ന് വിളിക്കും. ഇനി ഈ ഗാങ് നീക്കം ചെയ്യാൻ അയിരിൽ കലർന്നിരിക്കാവുന്ന മാലിന്യങ്ങളെ ഗാങ് എന്ന് പറയും. ഈ ഗാങ് നീക്കം ചെയ്യാൻ, അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ അയിരിനോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഫ്ലക്സ് എന്ന് പറയുന്നു. ഇനി അയിരിൽ ഫ്ലക്സ് ചേർക്കുമ്പോൾ മാലിന്യങ്ങളുമായി പ്രവർത്തിച്ച് പുതിയ ചില വസ്തുക്കൾ ഉണ്ടാകുന്നു. ഇവയെ നമുക്ക് സ്ലാഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഗാങ്, ഫ്ലക്സ്, സ്ലാഗ്. സ്ലാഗ് ഉപയോഗിച്ച് പൂർണ്ണമായും അയിരിൽ ചേർന്ന ഫ്ലക്സുമായി പ്രവർത്തിച്ച് സ്ലാഗ് ഉരുകി വേർതിരിയും. ശുദ്ധമായ സ്വർണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക രീതിയുണ്ട്. നേരത്തെ പറഞ്ഞു, ക്രിയാശേഷി, റിയാക്ടിവിറ്റി കുറഞ്ഞ മൂലകളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഇവ പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടും. എന്ന് പറയാൻ കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എന്നർത്ഥം. ഇവയിൽ നിന്ന് ശുദ്ധ സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയ, ശുദ്ധമായ സ്വർണം വേർതിരിക്കുന്ന സാങ്കേതിക രീതിയുടെ പേരാണ് സയനൈഡ് പ്രക്രിയ. ശുദ്ധമായ സ്വർണം, അയിരിൽ നിന്ന് ശുദ്ധ സ്വർണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക രീതിയാണ് സയനൈഡ് പ്രക്രിയ. സയനൈഡ് പ്രക്രിയ. സയനൈഡ് പ്രക്രിയ അല്ലെങ്കിൽ സയനൈഡ് പ്രോസസ്. അപ്പോൾ അയിരിൽ നിന്ന് ശുദ്ധ സ്വർണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക രീതിയാണ് സയനൈഡ് പ്രക്രിയ
അല്ലെങ്കിൽ സയനൈഡ് പ്രോസസ്സ്. വ്യാവസായികമായി ഉരുക്ക് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി, വ്യാവസായികമായി ഉരുക്ക് നിർമ്മിക്കുന്നതിനുള്ള രീതിയുടെ പേരാണ് ഓപ്പൺ ഹാർത്ത്. ഓപ്പൺ ഹാർത്ത് പ്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത് പ്രോസസ്സ്. ഓപ്പൺ ഹാർത്ത് പ്രോസസ്സ്, ഓപ്പൺ ഹാർത്ത് പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് രൂപം, പ്രകൃതിയിൽ കാണപ്പെടുന്ന അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് രൂപമാണ് റൂബി എന്നറിയപ്പെടുന്നത്. റൂബി റൂബി എന്നറിയപ്പെടുന്നത് അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് രൂപം. അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് രൂപത്തെ നമുക്ക് റൂബി എന്ന് വിളിക്കാം. അതുപോലെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ സുലഭമായി കാണപ്പെടുന്ന ഒരു ധാതു, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഫെൽസ്പാർ എന്ന് പറയുന്നത്. ഏത് ഭാഗത്തും, പ്രകൃതിയിൽ നമുക്ക് ഭൂമിയുടെ ഏത് ഭാഗത്തും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ധാതു. ഇത് നമുക്ക് ഫെൽസ്പാർ എന്ന് വിളിക്കാം. ഫെൽസ്പാർ, ഫെൽസ്പാർ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് അഭ്രം എന്നാണ്. അഭ്രം, ഫെൽസ്പാർ അല്ലെങ്കിൽ അഭ്രം. ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഫെൽസ്പാർ. ഇത് എല്ലാ ഭാഗത്തും കാണപ്പെടും. ഭൂമിയുടെ എല്ലാ ഭാഗത്തും, മണ്ണിനടിയിൽ, പാറയിൽ ഒക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ലെന്ന് വിളിക്കുന്ന ധാതു ഏത് വസ്തുവിൻ്റെയാണ്? ഏത് ലോകത്തിൻ്റെ ധാതുവിനെയാണ് ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ധാതു? ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു ഏത് ലോകത്തിൻ്റെയാണ്? അല്ലെങ്കിൽ ഏത് ലോകത്തിൻ്റെ ധാതുവിനെയാണ് ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ലെന്ന് വിളിക്കുന്നത്? ഉത്തരം ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ധാതുവിനെയാണ് ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ലെന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല? കേരളത്തിൽ ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ അയിര്, ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കാസർഗോഡാണ്. ഓർമ്മയിരിക്കണം, 2013 കോട്ടയം ജില്ലയിൽ PSC ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ്. അടുത്ത ചോദ്യം സ്റ്റീലുകളെ പറ്റിയാണ്. സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പും കാർബണും തമ്മിലുള്ള ഒരു സംയുക്തമാണ്. ഇരുമ്പും കാർബണും ചേർന്ന ഒരു സംയുക്തമാണ് സ്റ്റീൽ എന്നറിയപ്പെടുന്നത്. അതായത് ഉരുക്കിൻ്റെ നിർമ്മാണത്തിൽ, ഉരുക്കല്ലെങ്കിൽ സ്റ്റീലിൻ്റെ നിർമ്മാണത്തിൽ ഇരുമ്പിൽ കാർബൺ കൂട്ടിച്ചേർക്കുകയോ ഇരുമ്പിലുണ്ടായിരിക്കുന്ന കാർബൺ നീക്കം ചെയ്തോ ആണ് സ്റ്റീൽ എന്ന ഉരുക്ക് നിർമ്മിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിൽ ഇരുമ്പിനോട് കാർബൺ കൂട്ടിച്ചേർക്കുക. ഒന്നുകിൽ ഇരുമ്പിനോട് കൂടുതൽ കാർബൺ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൽ നിന്ന് കാർബൺ മാറ്റിക്കളയുക. ഈ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റീൽ നിർമ്മിക്കാം. ഇങ്ങനെ നിർമ്മിക്കുന്നതിൽ പ്രധാനമായും നമുക്ക്
3 തരം സ്റ്റീലുകളെ പറ്റി പഠിക്കാം. ഒന്ന് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇരുമ്പിൽ കാർബൺ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന കാർബൺ നീക്കം ചെയ്യുക. സാധാരണഗതിയിൽ ഇരുമ്പിൽ കാർബൺ കൂട്ടിച്ചേർത്താണ് സ്റ്റീൽ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റീൽ മൈൽഡ് സ്റ്റീലാണ്. 0.05% മുതൽ, ശ്രദ്ധിക്കണം, 0.2% വരെ, 0.05% മുതൽ 0.2% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പിനെയാണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റീൽ എന്താണ്? മൈൽഡ് സ്റ്റീൽ 0.05% മുതൽ 0.2% വരെ കാർബൺ അടങ്ങിയിട്ടുള്ള ഇരുമ്പിനെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നു. രണ്ടാമത്തേത് മീഡിയം സ്റ്റീലാണ്. മീഡിയം സ്റ്റീൽ. മീഡിയം സ്റ്റീൽ 0.21% മുതൽ 0.21% മുതൽ 0.21% മുതൽ 0.6% വരെ, 0.6% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് മീഡിയം സ്റ്റീൽ. മീഡിയം സ്റ്റീൽ. മൂന്നാമത്തേത് ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ. ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലിൽ 0.6% മുതൽ 0.61% മുതൽ 0.61% മുതൽ 1.5% വരെ, 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റീലുകൾ: 1 മൈൽഡ് സ്റ്റീൽ, 2 മീഡിയം സ്റ്റീൽ, 3 ഹൈ കാർബൺ സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ 0.05% മുതൽ 0.2% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് മൈൽഡ് സ്റ്റീൽ. തിരിച്ച് 0.21% മുതൽ 0.6% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് മീഡിയം സ്റ്റീൽ. 0.61% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ബലം കൂടിയ സ്റ്റീൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ്. ഹൈ കാർബൺ സ്റ്റീലാണ്. ഇത് കൂടാതെ സങ്കര ഇനം സ്റ്റീലുകളുണ്ട്. അത് നമുക്ക് വേണ്ട. ഒരുപാട് സങ്കര ഇനം സ്റ്റീലുകളുണ്ട്. ലോകസങ്കരത്തെക്കുറിച്ച് നമുക്ക് സിലബസിലില്ല, അതുകൊണ്ട് അക്കാര്യത്തിൽ കടക്കണ്ട. മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ ഇവയാണ് പ്രധാനപ്പെട്ട സ്റ്റീലുകൾ. ഇതിൽ പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു വസ്തുവാണ്, വലിയുന്ന സ്വഭാവം, അതാണ് ഇലാസ്റ്റിസിറ്റി. ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ള പദാർത്ഥം ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റീലാണ്. ഏറ്റവും കൂടുതൽ വലിയുന്ന പദാർത്ഥമാണ് സ്റ്റീൽ. രണ്ടാം സ്ഥാനം റബ്ബറിനാണ്. റബ്ബറാണ് രണ്ടാം സ്ഥാനം. ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരേ ഒരു പദാർത്ഥം സ്റ്റീലാണ്. രണ്ടാമത്തെ സ്ഥാനം റബ്ബറിനാണ്. സിലബസ് അനുസരിച്ച് അടുത്ത
പോർഷനിലേക്ക് കടക്കുകയാണ്. അല്പ സ്പീഡിനാണ് പോയത്. മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് പ്രതിപാദിച്ചത്. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാ പോർഷനും ഒന്ന് ടച്ച് ചെയ്ത് പോകണം. ആയതിനാൽ അത്യാവശ്യം പറയാനുള്ളത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ.